ഓക്കെ, ഹരി പാലോട്ജി എങ്ങനെയാണ് AICPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ആ രീതിയിൽ തന്നെ നമുക്കറിയാം. ഇപ്പോ പ്രവീൺ തൊഗാഡിയയുടെ ഒരു സംഘടന, അത് ഹിന്ദു സംഘടനയായാലും ഇനി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാലും അത്തരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോ രാമജന്മഭൂമി ക്ഷേത്രം വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തൊഗാഡിയജിയുടെ ആ ഒരു വിരോധികാസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്കറിയാം. അപ്പൊ ആ ഒരു സംഘടനയുടെ അത്ര കണ്ട് കേരളത്തിലെ സമുന്നത നേതാവ് എന്നുള്ള രീതിയിൽ തന്നെ ഈ വഖഫ് ബോർഡ് വിഷയം എങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാട് വരുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ വഖഫ് ബോർഡ് എന്നുള്ള വിഷയം നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഇത് കേൾക്കുന്ന സാമാന്യ മലയാളിക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാല് ബൈജുജി പറഞ്ഞ മാതിരി ഹിന്ദു സമൂഹത്തിന് ഇത് നമുക്കെന്ത് ഈ വിഷയത്തിൽ കാര്യം എന്നുള്ള ചിന്തയായിരിക്കും സ്വാഭാവികമായിട്ടും വരുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 40ഓളം ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ആ കരട് അവതരിപ്പിച്ച സമയത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ ബഹളം വെച്ചുകൊണ്ട് സംസാരിച്ച ആ വീഡിയോകൾ അല്ലെങ്കിൽ ആ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിന് പകരമായിട്ട് അവർ ചലഞ്ച് ചെയ്യുന്നത് അയോധ്യയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടായിരുന്നു. അതിന് പകരമായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചലഞ്ച് ചെയ്തത് നമ്മുടെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദു ആരാധനാലയങ്ങൾ, ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ വഖഫ് ബോർഡിൽ ഭേദഗതി കൊണ്ടുവന്ന മാതിരി ഇത്തരത്തിലുള്ള നിബന്ധനകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുമോ, അല്ലെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉയർന്നാൽ എന്തായിരിക്കും നിലപാട്? ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ. പക്ഷേ ഈ വഖഫ് ബോർഡിന്റെ ഈ ഇത്തരത്തിലുള്ള ശരിക്കിത് ദാനം ചെയ്യുന്ന, ദൈവത്തിന്റെ നാമത്തിൽ ദാനം ചെയ്യുന്ന സ്വത്ത് എന്ന് പറയുന്നു, ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ് എന്ന് പറയുന്നു. ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് തികച്ചും ഇസ്ലാമിൻ്റെതായിട്ട് മാത്രമുള്ള ഒരു വിഷയം, ഈ ഇസ്ലാമിന്റെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വന്തം സ്വത്തിനെ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് ഒരു സർക്കാർ കൈകടത്തുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഈ വിഷയം ഇത്ര കണ്ട് ചർച്ച ചെയ്ത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നോക്കുന്നത് എന്തിനാണ്? അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് എന്തിനാണ്? ഈ ചർച്ച ചെയ്യുന്ന ഇപ്പോ രാമസിംഗം ജി ആയാലും ജാമിദ ടീച്ചർ ആയാലും നമ്മളെല്ലാവരും, ഇപ്പൊ ബൈജുബായി ആയാലും നമ്മളെല്ലാവരും വർഗീയവാദികളാണ്, അല്ലെങ്കിൽ വർഗീയവാദത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് എന്നൊരു ചാപ്പ കുത്തുന്ന നിലയിലേക്ക് കൂടി കേരള സമൂഹം കാണും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ചർച്ച നടക്കുമ്പോൾ ഇവർ താരതമ്യം ചെയ്ത ഹിന്ദു ക്ഷേത്രങ്ങൾ, ആ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവസ്ഥ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ബഹുഭൂരിപക്ഷം വരുന്ന നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ, ചില ക്ഷേത്രങ്ങൾ ട്രസ്റ്റിന്റെ നടത്തിപ്പിന്റെ ആ ഒരു രീതി കൊണ്ട് ദേവസ്വം ബോർഡിനെ കൈയടക്കാൻ സാധിക്കുന്നില്ല, പിടിച്ചെടുക്കാൻ, ശരിക്കുള്ള വാക്ക് പിടിച്ചെടുക്കാൻ എന്നാണ്, പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നതൊഴിച്ചാല് നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് വഴി സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഇത്തരത്തിലൊരു വാദം നമ്മൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പറയുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ കലാകാലങ്ങളിലുള്ള ബഡ്ജറ്റിൽ ക്ഷേത്രങ്ങളുടെ പരിപാലനത്തിന് അല്ലെങ്കിൽ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തുക വകയിരുത്താറുണ്ട്. ആ തുക വേണ്ടി വരുന്നോ, ദേവസ്വം ബോർഡിന് അത് ആവശ്യമായി വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഇതിനെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല, ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഈ സർക്കാർ അതിനു വേണ്ടിയിട്ട് തുക വിലയിരുത്താറുണ്ട്, അതിന് തുക മാറ്റിവെക്കാറുണ്ട് ബഡ്ജറ്റുകളിൽ. അപ്പോൾ ക്ഷേത്ര നടത്തിപ്പ് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കഴിഞ്ഞ നാളുകളിൽ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് ഒരു ഹർജി ഫയൽ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ വന്നു. എന്തായിരുന്നു ആ ഹർജിക്ക് ആധാരമായിട്ടുള്ള ബിന്ദു എന്ന് ചോദിച്ചാല്, ആ ഹർജിക്ക് ആധാരമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അനധികൃതമായിട്ട് 40 ലക്ഷം രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തുക എടുത്ത് ഡയാലിസിസ് സെന്റർ നടത്തുന്നതിന് വേണ്ടിയിട്ട് വകമാറ്റി ചെലവഴിച്ചു. ആ വിഷയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദ്യം ചെയ്യുകയും ആ പണം തിരിച്ചടയ്ക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ദേവസ്വം ബോർഡിനും സർക്കാരിനും കർശനമായിട്ട് നിർദ്ദേശം നൽകി, ഹിന്ദുവിന്റെ ആരോഗ്യ, സാമൂഹ്യ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ
ക്ഷേത്ര സ്വത്ത്, ക്ഷേത്ര ഭണ്ഡാരത്തിൽ വീഴുന്ന കാണിക്കത്തുക, ക്ഷേത്ര വരുമാനം മറ്റൊരു ആവശ്യത്തിനും ദേവസ്വം ബോർഡ് ചെലവഴിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശവും നൽകി. അതുപോലെ തന്നെ ശബരിമലയില് പത്മതീർത്ഥക്കുള മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമം, ഈ വിഷയത്തിലും ദേവസ്വം ബെഞ്ച് കൃത്യമായിട്ട് ഹൈക്കോടതി ഇടപെട്ടു. ഈ വിഷയങ്ങളിലുള്ള അതൃപ്തി കൊണ്ടായിരുന്നു സർക്കാർ ദേവസ്വം ബോർഡിലൂടെ കോടതിയെ സമീപിച്ചതും സുപ്രീം കോടതി അവിടെ നാട്ടിപ്പായിച്ച് തിരിച്ചുവിട്ടതും ഒക്കെ. ഇതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷയം ഇതിൽ സൂചിപ്പിക്കാൻ കാരണം, ഇത്തരത്തിൽ സാധാരണവൽക്കരിച്ചുകൊണ്ട് ഇത്തരം വഖഫ് സ്വത്തിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ ഈ മുസ്ലിം വിശ്വാസത്തിന്റെ വഖഫിന്റെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ കാര്യത്തിലേക്ക് അന്യമതസ്ഥർക്ക് എന്താണ് കാര്യം എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്ത് അതിന്റെ സമ്പത്ത് യഥാവിധി നിയമാനുസരണം അല്ലാതെ തന്നെ എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് സർക്കാർ ആ സമ്പത്തെടുത്ത് കൈകാര്യം ചെയ്യാൻ തയ്യാറാവുമ്പോൾ, ഒരു സർക്കാർ സംവിധാനത്തിനും എത്തിപ്പെടാൻ സാധിക്കാത്ത മതവിശ്വാസ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെയും ഭാരതത്തിലെയും മസ്ജിദുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു മസ്ജിദിലേക്കും ഇത്തരത്തിൽ സർക്കാരിന് കൈകടത്തി ചെല്ലാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അവിടെ വരുന്ന സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യാനും സാധിക്കില്ല. ഇനി നമുക്ക് വഖഫിലേക്ക് വരാം. എന്താണ് ഈ വഖഫ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ വരുന്ന ധനപരമായിട്ടുള്ള, സമ്പത്ത് പരമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനം? 7% വരുന്ന സ്വത്തുവകകളിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനമാണ് വഖഫിലേക്ക് അടയ്ക്കുന്നത് എന്ന് കണക്കുകൾ പറയുമ്പോൾ, ഈ വഖഫിന് സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റ് ഉണ്ട്. സോഷ്യൽ വെൽഫെയർ ഗ്രാന്റ് എന്നുള്ള നിലയ്ക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാന്റ് എന്നുള്ള നിലയ്ക്കും സർക്കാർ അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. ആ കോടിക്കണക്കിന് രൂപ ഈ വഖഫിന് വരികയും ആ പണമെടുത്ത് ഇതിന്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സാഹചര്യവുമുണ്ട്. ജീവനക്കാരെന്ന് പറയുമ്പോൾ ആരാണ്? 10 വർഷം സർവീസ് പൂർത്തിയാക്കിയ മുക്രി മുതല്, ഇമാമ് മുതല്, അവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മത ആചാര്യന്മാര്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ മാത്രം, അല്ലെങ്കിൽ ഒരുപക്ഷെ തീവ്രമായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള, പച്ച മലയാളത്തിൽ പറഞ്ഞാല് രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തു നിൽക്കുന്ന, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് സർക്കാർ, നമ്മുടെ ഇവിടുത്തെ സാധാരണ പൊതുജനം വിയർത്ത് അടയ്ക്കുന്ന, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ വിഹിതം നികുതിയായിട്ട് അടയ്ക്കുന്ന ആ പണത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് വഖഫിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുകയും ആ ശമ്പള തുക കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്തിലെ സാധാരണ പൗരന്റെ സ്വത്ത് അപഹരിക്കുവാൻ വേണ്ടിയിട്ട് 2013 UPI സർക്കാരിന്റെ നിയമമുണ്ടെന്ന് പറഞ്ഞ് ഏത് അർദ്ധരാത്രിയും കടന്നു വരുമെന്ന് പ്രഖ്യാപിക്കുകയും, അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഈ ഇത്തരത്തിൽ പുതിയൊരു നിയമ ഭേദഗതി വരുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭേദഗതി വരുത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇതിവിടുത്തെ സാധാരണ ദേശീയ ജനതയെ നോക്കിയിട്ട് പുലഭ്യം പറയുന്നതിന് തുല്യമായിട്ട് നികൃഷ്ടമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ഇതിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ ജാമിദ ടീച്ചർ സൂചിപ്പിച്ച അതേ പോയിന്റിലേക്ക് തന്നെയാണ്. നിയമ ഭേദഗതി അല്ല ഈ വിഷയത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകം. ഈ വഖഫ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ നിരോധിക്കലാണ്. ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഈ നാടിനാപത്താണ്, ഈ രാജ്യത്തിനാപത്താണ്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഈ നാടിന് ആവശ്യമില്ല. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഇതിനെ മൃദു സമീപനം സ്വീകരിക്കേണ്ടി വരുന്നത്? ആ സമീപനം തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഈ രാജ്യത്തിന് വലിയ വിപത്തായിട്ട് മാറും. അതുകൊണ്ട് ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഈ നാടിന് ദോഷമാണ്. ഈ നാടിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ യാതൊരുവിധ സങ്കോചവുമില്ലാതെ നല്ല കരുത്തുറ്റ തീരുമാനമായിട്ട് ആ വഖഫിനെ നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവുണ്ടായാല്, ഒരു കേന്ദ്ര സർക്കാരിന്റെ നിലപാടുണ്ടായാല് സ്വാഭാവികമായിട്ടും വരും തലമുറയ്ക്ക് സ്വസ്ഥമായിട്ട് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഞാൻ ചെറിയ ഒരു ഉദാഹരണം അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോ ഹിന്ദു സമൂഹം, ഞാൻ ഹിന്ദു സമൂഹത്തെ തന്നെ അഭിസംബോധന ചെയ്ത് ആ ഉദാഹരണം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളിക്കടുത്ത് പാവുമ്പ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് എന്നല്ല ശരിക്കും പറയേണ്ടത്, ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളില് വില്ലേജ് ഓഫീസ് നിലനിൽക്കുന്നു. വളരെ നാളു മുമ്പ് വില്ലേജ് ഓഫീസ് അവിടെ കയ്യേറി പണി കഴിപ്പിച്ചതാണ്. അപ്പോ ഇപ്പോ പുതുതായിട്ട് ഒരു ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് കൂടി പണിയണം.
അപ്പോ പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവപരമായിട്ടുള്ള ആചാര ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലപരിമിതി വളരെ ഉണ്ട് എന്നിരിക്കെ ദേവസ്വം ബോർഡ് അവിടെ നിന്ന് അനധികൃതമായിട്ട് മരം മുറിച്ചു കൊണ്ടുപോയ കേസിൽ മുറിച്ചു തീരുന്നതുവരെ മൗനം പാലിക്കുകയും മുറിച്ചു കഴിഞ്ഞതിന് ശേഷം കോടതിയെ സമീപിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള കേസ് കൊല്ലം മുനിസിപ്പൽ കോടതിയിൽ നടക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തില് അവിടെ ഇപ്പോ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി കൂടിയിട്ട് ബ്രാഞ്ച് സമ്മേളനം നടന്നിട്ട് അവര് പ്രമേയം അവതരിപ്പിച്ച് അതുകൂടി പാസ്സാക്കിയിരിക്കുന്നു. പാവുമ്പ മഹാദേവ ക്ഷേത്ര ഭൂമിയിൽ തന്നെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പണിയണം. ഈ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് അവിടെ പണിയണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാല് സർക്കാരിന്റെ റവന്യൂ വക ഭൂമി അവിടെ കാട് പിടിച്ച് അതിന്റെ പരിസരത്ത് മനുഷ്യന് ദർശിക്കാൻ പറ്റാത്ത തരത്തില് പാമ്പ് വളർത്തൽ കേന്ദ്രം മാതിരി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അനധികൃതമായിട്ട് പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിൽ പഴയ വില്ലേജ് ഓഫീസ് നിലനിൽക്കുന്നതും ഇപ്പോ പുതിയ ഡിജിറ്റൽ ഇതിനു വേണ്ടിയിട്ട് വസ്തു ആവശ്യപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുന്നതും ദേവസ്വം ബോർഡ് മൗനം പാലിക്കുന്നു. ഇത് സംബന്ധിച്ച് നമ്മുടെ ആളുകള് തഹസീൽദാരെ കണ്ട സമയത്ത് തഹസീൽദാര് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് വില്ലേജ് ഓഫീസ് പൊതുകാര്യമല്ലേ, ഇത്തരത്തിലുള്ള പൊതുകാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് എതിര് നിൽക്കുന്നത്? നാടിന്റെ വികസനമല്ലേ ആവശ്യം? ഈ ആചാരത്തിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആഘോഷങ്ങളുടെയും ആരാധനയുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ഈ വികസനങ്ങളെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? ഇതാണ് തഹസീൽദാരുടെ ചോദ്യം. പരാതി അവിടെ നിന്ന് ചെന്ന സാധാരണ പ്രവർത്തകരുടെ പരാതി പോലും ഇവർ വാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷം അവർ പരാതി രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ കൊല്ലം ജില്ലാ കളക്ടറുടെ വസതിയിൽ നേരിട്ട് കണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നിവേദനം സമർപ്പിച്ചു. അപ്പോൾ ജില്ലാ കളക്ടർ വളരെ ആശ്വാസകരമായിട്ടൊക്കെ മറുപടി പറഞ്ഞു. അതിന്റെ നടപടി നമ്മൾ നോക്കാം, അത്തരത്തില് ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ വികസനത്തിന്റെ പേരില് ഇത്തരത്തില് നാടിന്റെ പുരോഗമനത്തിന്റെ കാര്യത്തില് ജനകീയ വിഷയത്തിന്റെ കാര്യത്തില് ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റിയുടെ അനുവാദം ഇല്ലാതെ വേണ്ട. ഇതിപ്പോൾ ഭക്തജനങ്ങളുടെ അനുവാദം ഇല്ലാതെയാണ്, കമ്മിറ്റിയുടെ അനുവാദം ഇല്ലാതെയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റിയുടെ അനുവാദത്തോട് കൂടിയിട്ട് ഒരു സൂചി കുത്താനുള്ള ഭൂമി ഈ പറയുന്ന ഇസ്ലാം സമുദായത്തിന്റെ ഇസ്ലാം വിശ്വാസികളുടെ ഒരു ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രത്തിന്റെ പരിസരത്ത് നിന്ന് തരിശു ഭൂമിയെങ്കിലും ഇങ്ങനെ ഒരു പൊതുകാര്യത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹം തയ്യാറായിട്ടുള്ള ചരിത്രം നിലവിലുണ്ടോ? അപ്പോ ഇത് നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദുവിന്റെ ആരാധനാലയങ്ങള്, ഹിന്ദുവിന്റെ സ്വത്ത്, ഇതെല്ലാം നമ്മൾ അപഹരിക്കപ്പെടുന്ന തരത്തിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ ഭീമാവള്ളി ഉറൂസ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനത്തിന്റെ പാർക്കിംഗ് ഫീസ് പോലും പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുട്ടിടിക്കും. എന്നാൽ തമ്പാനൂര് ചെന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടൂ വീലർ ഒന്ന് സ്റ്റാൻഡ് തട്ടി വെച്ചാല് അവരെ കുത്തിനെ പിടിച്ച് നിർത്തി നഗരസഭ 10 രൂപയുടെ കൂപ്പൺ കൊടുത്ത് പൈസ പിരിക്കും. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു സമുദായത്തെ സംഘടിതമായിട്ട് നിൽക്കുന്ന ഈ ഒരു വിഭാഗത്തെ സർക്കാർ പോലും ഭയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ വഖഫ് ബോർഡിന് നിയമം ഭേദഗതി വരുത്തുമ്പോൾ ആ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികള്, ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികള്, SDP പോലുള്ള സംഘടനകള്, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകള്, പാകിസ്ഥാൻ അനുകൂല സംഘടനകള്, അഫ്ഗാൻ അനുകൂല സംഘടനകള്, ഇതെല്ലാം അൽ-ഖ്വയ്ദ തുടങ്ങി സിമി തുടങ്ങി എല്ലാ നിരോധിത സംവിധാനങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോ ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ വഖഫിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ഭേദഗതി ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവര് മുറവിളി കൂട്ടുമ്പോ അവർ ഈ വിഷയത്തെക്കുറിച്ച് അജ്ഞരാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവരിതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവർ തന്നെയാണ്. കൃത്യമായിട്ട് ഒരു ഇസ്ലാം രാഷ്ട്രവാദത്തിലേക്കാണ് വിഷയങ്ങൾ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ക്ഷേത്രത്തെ സംബന്ധിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിക്കുന്നതല്ല എന്നുള്ള തെറ്റിദ്ധാരണയല്ല നമുക്ക് വേണ്ടത്. ഈ നാടിനെ സംബന്ധിക്കുന്ന വിഷയത്തില് കൃത്യമായിട്ട് നമുക്ക് നിലപാടുണ്ടാവണം. അതിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ സർക്കാർ കൊണ്ടുവന്ന 40ഓളം ഭേദഗതികൾ കേട്ടിടത്തോളം നമുക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വകവയ്ക്കുന്നു. ആ ഭേദഗതികൾ അത് കൃത്യമായിട്ട് നടപ്പിലാവേണ്ടതാണ്. അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. ഭാവിയിലെങ്കിലും ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തെ മരവിപ്പിച്ചിട്ട് ഈ സ്വത്തുവകകള് സർക്കാരിലേക്ക് കണ്ടെടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ നാടിന്റെ ഇതര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്വത്തുവകകൾ വകയിരുത്തിയാൽ അത് തീർച്ചയായിട്ടും നാടിന് നല്ല ഗുണകരമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും. ഇത് മാത്രമാണ് കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.